ശുഭ നായർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിപ്പോൾ എന്താണെന്നറിയോ, ഞാനിങ്ങനെ താഴോട്ട് നോക്കുന്ന പോലെ തോന്നുന്നേ, സ്റ്റാൻഡ് താഴെ ഇരിക്കുക കേട്ടോ. താഴെയാണ് സ്റ്റാൻഡ് ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പാലുകാച്ചൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. നല്ല വലിയ വീടാണ് കേട്ടോ, പഴയ തറവാട് വീടില്ലേ. എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ പഴയ തറവാട് വീട്, അത് എനിക്ക് ഈ വീടൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മയുടെ വാഴൂരെ വീടൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ വീട്ടിലുള്ളതും എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരും എല്ലായിടത്തു നിന്ന് ഓടി വരുന്നത്. ഇവരുടെ വീട്ടിലും ഇതുപോലെ എല്ലാവരും പെങ്ങന്മാരും അങ്ങനെ എല്ലാവരും അവർ പറയും, ഇത് ഞാൻ പഠിച്ച സ്റ്റഡി ടേബിളിൻ്റെ ഞാൻ എങ്ങനെയൊക്കെ എന്നെ കാണിക്കും. അതായത് പണ്ടത്തെ പോലും സാധനങ്ങളും ഫർണിച്ചറുകളും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. അതെല്ലാം നല്ല ആയിട്ട് ഇതാക്കി വീടെല്ലാം നല്ല ഭംഗിയാക്കി. ഇപ്പം അങ്ങോട്ട് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ കാടൊക്കെ പിടിച്ച് വീട് നോക്കാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും സ്വന്തം ആൾക്കാർ വരുന്ന അത്രയും ഒരു ഇതില്ലല്ലോ അല്ലേ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ അങ്ങോട്ട് നോക്കുമ്പം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇന്ന് ഞാൻ ഉച്ചയ്ക്കൊരു ശകല നേരം കിടന്നു കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് 100K ആകാറായി. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, പ്ലീസ് പ്ലീസ് പ്ലീസ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഞാൻ നിങ്ങൾക്ക് 10-20 വർഷമായിട്ട് ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളാണ്. ഞാൻ നിങ്ങൾക്ക് നാച്ചുറൽ ടിപ്സാണ് പറഞ്ഞു വരുന്നത്. ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാൻ പറ്റാത്തവർക്കും സ്കിൻ എങ്ങനെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുമെന്നും പിന്നെ എൻ്റെ ഓയിലിനെ പറ്റിയും ഒക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ ഒരു നമ്മുടെ വിൻചെയിം എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഫെങ്ഷുയുടെ ഒരു സാധനം തൂക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇന്നലെ വൈകിട്ടിട്ടിരുന്നേ. 2-3 പേര് വാട്സപ്പിൽ വന്ന് ചോദിച്ചേക്കുന്നു, ശുഭ ഇത് എവിടെ കിട്ടും, ഇത് തൂക്കിയാൽ എന്താണ് പ്രയോജനം? എനിക്ക് അങ്ങനെയൊന്നും കൂടുതലായൊന്നും അറിയില്ല കേട്ടോ. ഒരു പോസിറ്റീവ് എനർജി, നമുക്ക് ഇത് കാറ്റത്ത് കിടന്ന് ഇങ്ങനെ അനങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ടില്ലേ, നല്ലൊരു മണിനാദം പോലത്തെ ഒരു സൗണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സുഖം, പിന്നെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ അതൊക്കെ കേട്ടാൽ. അത്രേ എനിക്കറിയത്തുള്ളൂ കേട്ടോ. ഞാൻ അതുകൊണ്ട് ആർക്കും വാട്സപ്പിൽ റിപ്ലൈ തരാതിരുന്നേ. ഞാനത് വീഡിയോ ചെയ്യുമ്പം അതിനകത്ത് പറയാമെന്ന് കരുതി. പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ണിനടിയിലെ കറുപ്പ് പോകാനായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിലും വാട്സപ്പിലും ഒക്കെ വന്നിട്ട് ചോദിക്കുന്ന കാര്യമാണ്, കണ്ണിനടിയിലെ കറുപ്പ് പോകാനുള്ള എന്ത് റെമഡിയാണ് ചേച്ചി ഉള്ളത്? അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എൻ്റെ ഓയിൽ വാങ്ങിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ നമ്മുടെ ഓയിൽ മാത്രം മതി നമ്മുടെ കണ്ണിനടിയിലെ ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് കളയാനായിട്ട്. കണ്ണിനടിയിൽ എങ്ങനെയാണ് ഡാർക്ക് സർക്കിൾസ് ഇതുപോലെ വരുന്നത്? നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ്. നമ്മൾ തന്നെ, നമ്മുടെ ദിനചര്യകളാണ് നമ്മുടെ കണ്ണിനടിയിൽ ഇങ്ങനെ കറുപ്പ് വീഴുന്നത്. എൻ്റെ കണ്ണിനടി ദൈവസഹായിച്ച് ഇതുവരെ ഇല്ല കേട്ടോ. ഓയിൽ തേക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ പനി പിടിച്ച് കിടക്കുമ്പോഴും നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് ഇല്ലാതെ നമ്മൾ കിടന്ന് ജോലി ചെയ്യേണ്ടി വരുമ്പോഴും നമ്മൾ മൊബൈലിനകത്താണേലും ഒത്തിരി സമയം ഇങ്ങനെ നോക്കിയിരുന്ന് എഡിറ്റ് ചെയ്യുകയും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന IT ഫീൽഡുകാർക്കും ഒക്കെയാണ്. പിന്നെ ഉറക്കം ഒരു പ്രധാന ഘടകമാണ്. ഉറക്കം നമ്മൾ ഒരു 2-3 ദിവസം നമ്മളൊന്ന് ഉറക്കളച്ചിരുന്ന് നോക്കിക്കേ, നമുക്ക് കണ്ണിനടി ശരിക്കും കറുപ്പ് വീഴും. കണ്ണിനടിയിൽ നല്ല ഇങ്ങനെ ഒരു റൗണ്ട്, നമുക്കിങ്ങനെ ഒരു മങ്ങിയ കറുപ്പ് വീഴും. അതായത് പൊതുവേ പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഒരു വ്യതിയാനങ്ങളാണ് നമ്മുടെ കണ്ണിനടിയിൽ ഇങ്ങനെ കറുപ്പായിട്ടും. പിന്നെ ഇപ്പം ഞാനുണ്ടല്ലോ എന്നും 5 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ മോൾക്ക് പോകണം. അതുകൊണ്ട് ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും എൻ്റെ കണ്ണിനടി കണ്ടോ ഇങ്ങനെ ഒരു ഫൈൻ ലൈൻസ് പോലെ ഇങ്ങനെ, അതൊക്കെ നമുക്ക് ഉറക്കം മൂലം ഉണ്ടാകുന്നില്ല. കറുപ്പ് വരുന്നില്ല, ഇങ്ങനെ ഒരു നമുക്ക് നമ്മളെ ഇപ്പം ശരിക്കും കറക്റ്റായിട്ട് 12 ആകുമല്ലേ നമ്മൾ ഉറങ്ങുമ്പോൾ. പിന്നെ ഉറക്കം കിട്ടുന്നുണ്ട്. പിന്നെ പകൽ എനിക്കങ്ങനെ കിടന്ന് ഉറങ്ങാൻ ഇഷ്ടമില്ല. പക്ഷേ ശകല നേരമൊക്കെ ഒന്ന് കിടക്കും കേട്ടോ. ഉച്ച കഴിഞ്ഞിപ്പോൾ ഞാൻ ശകല നേരമൊക്കെ കിടക്കും.
എന്നല്ലാതെ അങ്ങ് കിടന്നിങ്ങനെ ഉറങ്ങാൻ എനിക്ക് ഇഷ്ടമില്ല, പകൽ കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് നമ്മുടെ മുഖത്തറിയാൻ പറ്റുന്നത്. അപ്പം എല്ലാവർക്കും അറിയേണ്ടത് കണ്ണിനടിയിലെ കറുപ്പ് എങ്ങനെ മാറുന്നതാണ്. ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും ഇങ്ങനെ പറയുന്നൊന്നും ആർക്കും കേൾക്കണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഓയിൽ മാത്രമാണ്. എൻ്റെ ഓയിൽ തേച്ചാൽ മാത്രം മതി. നമ്മുടെ ഓയിൽ കുറച്ച് കയ്യിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നല്ല പോലെ നമ്മുടെ ഈ വിരലില്ലേ, ഈ വിരലും കൊണ്ട് മാത്രമേ നമ്മുടെ കണ്ണിനടിയിൽ മസാജ് കൊടുക്കാവൂ കേട്ടോ. വേറെ ഒരു വിരലും കൊണ്ട് നമ്മുടെ കണ്ണിനടി മസാജ് കൊടുക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ കണ്ണിൻ്റെ അടിയിലില്ല ഈ കണ്ണിന് താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ട് നമ്മൾ ഒരുപാട് മസാജ് കൊടുക്കുകയോ ഒരുപാട് ഇങ്ങനെ കണ്ണിനടി തിരുമോ ഒന്നും ചെയ്യരുത്. അവിടെയൊക്കെ കുഞ്ഞു ഞരമ്പുകളുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു മാത്രമേ കണ്ണിനോട് പെരുമാറാവുള്ളൂ. നമ്മൾ ഫേസിലിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്യുകയോ അതും ഇതുമൊക്കെ തേക്കുകയോ ഒക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ കണ്ണിൻ്റെ തൊട്ടടിയിലോട്ട് പായ്ക്കകൾ ഇടാനോ കണ്ണിൻ്റെ തൊട്ടടിയിലോട്ട് ഇങ്ങനെ വലിയ മസാജ് ചെയ്യാനോ ഒന്നും പാടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഓയിൽ കുറച്ചെടുക്കുക. ഈ വിരലും കൊണ്ടും കണ്ണിനടിയിൽ ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്ത് ഇങ്ങനെ ഒന്ന് തേച്ച് ഇവിടെ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നിർത്തുന്ന പോലെ മസാജ് കൊടുക്കുക. ഇങ്ങനെ ഇത് നമ്മുടെ ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു മസാജും കൊണ്ട് നമ്മുടെ കണ്ണട വയ്ക്കുന്ന ഈ കറുപ്പ്, മൂക്കിൻ്റെ ഇവിടെ ഈ വിരലും കൊണ്ട് തന്നെ ഇതേലെ ഓയിലുണ്ട്. കാരണം നമ്മുടെ ഓയിലെന്ന് പറയുന്നത് മണിക്കൂറുകളെടുത്ത് കാച്ചി കുറുക്കി ഉണ്ടാക്കുന്ന ഓയിലാണ്. അതുകൊണ്ട് കുറച്ചെടുത്താൽ പോലും നമുക്ക് നന്നായിട്ട് നമുക്ക് ഓളി ഉള്ളതുപോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മസാജ് ഇങ്ങനെ മസാജ് കൊടുത്ത് ഇവിടെ കൊണ്ട് നിർത്തുക. ഒരുപാട് വലിച്ചു നിർത്തുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നിർത്തുക. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ മസാജ് കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് ബലത്തിന് കൊടുക്കരുത്, ഞാൻ എടുത്തു പറയുന്നു. ഇങ്ങനെ മസാജ് കൊടുക്കുക, ഇവിടെ നിർത്തുക. പിന്നെ കണ്ണിനടിയിലോട്ട് ഇങ്ങനെ കറുപ്പുള്ളവർക്കും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു വിരലും കൊണ്ട് മാത്രമേ കണ്ണിനടി മസാജ് കൊടുക്കാവുള്ളൂ. പിന്നെ നമ്മുടെ മുഖത്ത് ഓയിൽ കയ്യിലുള്ളവരെ നമ്മുടെ മുഖത്തും എല്ലാം ഇങ്ങനെ തേക്കുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ കണ്ണിലും തേച്ച് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു മസാജ് എടുത്ത് ചെയ്യണം, എന്നാൽ മാത്രമേ കണ്ണിനടിയിലെ കറുപ്പ് പോകത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു ചെറിയ മസാജ് കൊടുക്കുകയും നമ്മുടെ ഓയിലിൻ്റെ ഗുണം കൂടെ ആകുമ്പോഴത്തേനും ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് നന്നായിട്ട് മാറും. നിങ്ങൾ ചെയ്ത് നോക്ക്. നിങ്ങൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് വാട്സപ്പിൽ ചോദിക്കുന്നില്ലേ, ഇപ്പോൾ കണ്ണിനടിയിലെ കറുപ്പ് എങ്ങനെ മാറും? കണ്ണിനടിയിലെ കറുപ്പ് മാറാനുള്ള പായ്ക്കുകളൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ നല്ലതാണ് നമ്മുടെ ഓയിലും കൊണ്ട് മസാജ് ചെയ്യുന്നത്. ഫെയർനെസ് ക്രീമുകളൊക്കെ തേക്കുന്നതിലും അങ്ങനെയുള്ള കാര്യങ്ങളില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഒരുപാട് ഫെയർനെസ് ക്രീമുകൾ വാങ്ങിച്ച് ഒരുപാട് ക്യാഷ് കൊടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിലും എന്ത് നല്ലതാണ്. ക്രീമുകൾക്കെല്ലാം വിടാം. നമ്മുടെ ഓയിലാകുമ്പോഴത്തേനും വൈറ്റമിൻ ഓയിലും തേങ്ങാവെന്ത വിളിച്ച് നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ ആവർത്തിച്ച് ഓയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോകളിൽ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഓയിലിൻ്റെ കാര്യം വന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുക, ചേച്ചി എന്തെങ്കിലും അതിനെപ്പറ്റി ഒന്ന് പറയാമോ എന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് കേട്ടോ, ഒന്നും വീഡിയോ കാണാതെയാണ് ഓയിലിന് വന്ന് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഓയിലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേട്ടിട്ടുള്ളവർക്കും ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കും ഓയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഇതിൻ്റെ ആവശ്യമില്ല. പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക്, ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ ഇട്ട വീഡിയോ പോയി നോക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ പോയി നോക്കെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ പറയത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവർക്ക് അത് കേൾക്കുമ്പോൾ ഒരിതാകും. ഇപ്പം കണ്ണിനടിയിലെ കറുപ്പിൻ്റെ കാര്യം ഒരുപാട് പേര് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ കാര്യം തന്നെ പറയുന്നത്. നമ്മുടെ ഓയിൽ മാത്രം മതി, ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ. ഈ ഓയിൽ കയ്യിലുള്ളവർ, ഇങ്ങനെ കണ്ണിനടി കറുപ്പുള്ളവർ നമ്മുടെ മുഖത്ത് ഞാൻ മസാജ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഓരോ സ്ഥലങ്ങളും നെറ്റിയിൽ ഇങ്ങനെ വരെയുള്ളവർക്ക് ചെയ്യേണ്ട മസാജ്, കണ്ണിനടിയിൽ ഇങ്ങനെ കറുപ്പുള്ളവർക്ക് ചെയ്യേണ്ട മസാജ്, കവിളിൻ്റെ ഇവിടെ കരിമങ്കല്യം ഉള്ളവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ കരിമങ്കല്യം ഉള്ള ആ പോർഷനിൽ നന്നായിട്ട് ഓയിലിട്ട് നന്നായിട്ട് വട്ടത്തിൽ മസാജ് ചെയ്യണം. ഒരു 5 മിനിറ്റെങ്കിലും മസാജ് കൊടുക്കണം. നമ്മുടെ കൈ കൊണ്ട് 5 മിനിറ്റ് കരിമങ്കല്യം ഉള്ളിടത്ത് മസാജ് കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കഴുത്തേ കറുപ്പുള്ളവർക്ക് നന്നായിട്ട്, കഴുത്തേലെ കറുപ്പൊക്കെ ഒരുപാട് ആൾക്കാർക്ക് മാറി.
പിന്നെ കൈമുട്ടയിലെ കറുപ്പുകൾ ഒരുപാട് പേർക്ക് മാറി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. സൂപ്പർ ഓയിലാണ് ചേച്ചി, ഈ ഓയിലിൻ്റെ ഗുണങ്ങൾ സൂപ്പറാണ് ചേച്ചി, അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വാട്സപ്പിൽ എനിക്ക് വന്നുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കുറേ പേരുടെ ഇങ്ങനെ പറഞ്ഞ ഇതെടുത്തിട്ട് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് പാടാണ്, എനിക്കതിനൊന്നും സമയമില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് അത് പോയി അവിടെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് ഒരുപാട് സമയം വേണം. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഞാൻ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഓയിൽ വേണ്ടവർ എൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 9656987843 ഈ നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ മതി. ഞാൻ ഓയിലിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഓയിൽ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും. DTDC കൊറിയറിലാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ ഓയിൽ മാത്രം മതി കണ്ണിനടിയിലെ കറുപ്പ് പോകാൻ, കഴുത്തേലെ കറുപ്പ് പോകാൻ, കയ്യിലെ ഡ്രൈനസ് മാറാൻ, കരിമംഗല്യം അതാണ് ഏറ്റവും പ്രാധാന്യം. കരിമംഗല്യം മാറാനുള്ള ഓയിലാണിത് നമ്മുടെ. പിന്നെ കുറേ ആൾക്കാരുടെ മുഖത്തെ ചെറിയ ചെറിയ പാലുണ്ണി മാറുമെന്ന് പറയുന്നുണ്ട്. പിന്നെ മറുകൾ, ഇതുപോലുള്ള മറുകൾ, പിന്നെ എൻ്റെ ഇവിടെ 2-3 ജന്മനാ ഉള്ള ഈ ശരീരത്തോട് ചേർന്നിരിക്കുന്ന മറുകളില്ല, കറുത്ത മറുകൾ പോലെ ഇരിക്കുന്ന, അതൊന്നും പോകത്തില്ല കേട്ടോ, അത് പോകത്തില്ല. പിന്നെ അല്ലാതെയുള്ള എന്ത് കറുപ്പും നിശേഷം നമ്മുടെ ഓയിലും കൊണ്ട് മാറും. അത് 100% 100% ഗ്യാരണ്ടി ഉണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. കണ്ണിനടിയിലെ കറുപ്പ് പോകാൻ നമ്മുടെ ഓയിൽ മാത്രം തേച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. 7:30 ലൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കാണാം. ബൈ.